ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഫ്രീ ട്രേഡ് കരാറിനെ തടസ്സപ്പെടുത്താൻ അമേരിക്ക എത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, അതായത് അമേരിക്കയ്ക്ക് ഈ കരാറിൽ വലിയ അതൃപ്തിയുണ്ട്. കാരണം അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ഇതുവരെ ഇന്ത്യയുമായി ഒപ്പുവെച്ചിട്ടില്ല. അത് ഇന്ത്യ നീട്ടിക്കൊണ്ടു പോവുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്നാൽ അമേരിക്ക പറയുന്നത് അങ്ങനെയല്ല, ആ ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, വാർത്താ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ചർച്ച തന്നെ സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയും യൂറോപ്പ് യൂണിയനും തമ്മിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ എല്ലാ പേപ്പർ വർക്ക്സും പൂർത്തിയായി കഴിഞ്ഞു. ലോക സമ്പദ് വ്യവസ്ഥയുടെ വീക്ഷണകോണിൽ നിന്ന് ഈ കരാർ വളരെ പ്രധാനമാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെയും യൂറോപ്പിന്റെയും ഈ വിജയം കണ്ടതിനു ശേഷം അമേരിക്കയുടെ നാണക്കേട് വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട കാര്യം. അമേരിക്ക ഇപ്പോൾ യൂറോപ്പിനോടുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. അമേരിക്ക പറയുന്നത് യൂറോപ്പ് അമേരിക്കയില്ലാതെ നിലനിൽക്കില്ല, നാറ്റോ അമേരിക്കൻ സൈന്യമില്ലാതെ ഒരു ചുക്കുമല്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര കരാറിനെതിരെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് പരിഹാസ വാക്കുകളോടുകൂടി ആഞ്ഞടിക്കുകയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്കെതിരെ നടത്തുന്ന യുദ്ധത്തിന് ധനസഹായം നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതിനാൽ ഞങ്ങൾ അതിന് 25% തീരുവ ചുമത്തി. എന്നിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായി വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് തുടരുന്നു എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള കരാർ ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് അനുമാനങ്ങൾ. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും നിലവിൽ ഇന്ത്യ പര്യടനത്തിലാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്നലെ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഇരു നേതാക്കളും മുഖ്യാതിഥികളായിരുന്നു. ഇന്ന് 16ാമത് ഇന്ത്യ യൂറോപ്പ് ഉച്ചകോടിയിൽ സ്വതന്ത്ര വ്യാപാര കരാറിന് ഒരു പ്രധാന പ്രഖ്യാപനമുണ്ടാകും. യൂറോപ്പ് ഈ കരാറിനെ എല്ലാ ഇടപാടുകളുടെയും മാതാവ് എന്ന് വിളിക്കുന്നു. ഈ കരാറിന് ശേഷം ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരം ഗണ്യമായി വർദ്ധിക്കും. ഓട്ടോമൊബൈലുകൾ, വൈൻ, സ്പിരിറ്റ് എന്നിവയുൾപ്പെടെ മേഖലകളിലും ഇടപാടുകൾ നടത്തും. ഇന്ത്യയിൽ യൂറോപ്യൻ വാഹനങ്ങളുടെ താരിഫ് കുറയ്ക്കാൻ കഴിയുന്ന മേഖലകളിൽ യൂറോപ്പ് താരിഫ് ഇളവ് നൽകുമെന്നും അറിയാൻ സാധിക്കുന്നു. ഇന്ത്യയുടെ നിർബന്ധപ്രകാരം കൃഷിയും പാലുൽപ്പന്നങ്ങളും ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനു പുറമെ പ്രതിരോധത്തിൽ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ സുപ്രധാന കരാറും ഉണ്ടാകാൻ കഴിയും. സൈബർ സുരക്ഷ, ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം, സമുദ്ര സുരക്ഷ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള മൊബിലിറ്റി കരാറും ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.